എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു പത്ര കട്ടിങ് കണ്ടു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കേസ് CBIക്ക് കൈമാറാനുള്ള നീക്കം. അതിന് തൊട്ട് താഴെ എഴുതിയിട്ടുള്ള സാധനമുണ്ട്. അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. സംസ്ഥാനത്ത് ഹൈറിച്ചിനെതിരെ ആകെപ്പാടെ 20 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. എനിക്ക് കുറച്ച് ഇതിലൊരു വല്ലാത്തൊരു കാര്യം തോന്നി. കാരണം ഇത്രയധികം കൊട്ടിഘോഷിക്കപ്പെട്ട ഇത്രയധികം വലിയൊരു തട്ടിപ്പിന്റെ ഒരു സംഭവമാണെന്ന് ഈ കാണുന്ന പത്രമാധ്യമങ്ങളെല്ലാം തന്നെ, അതിന്റെ ഉപരി മറ്റു ആളുകളെല്ലാം തന്നെ, രാഷ്ട്രീയക്കാരെല്ലാം തന്നെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സംഭവത്തിനെതിരെ 20 പേര് മാത്രമേ കേസ് കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ആശ്ചര്യം തോന്നി, ഒരു സംഭവം തോന്നി. അപ്പൊ ഒന്ന് അതിനെ കുറിച്ചിട്ടൊന്ന് കാര്യമായിട്ട് പഠിക്കാം. മറ്റു കമ്പനികൾക്കെതിരെ എത്രത്തോളം അതിനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയ സമയത്ത് ഇന്ന് തൊട്ടടുത്ത ദിവസം ഒരു മുത്തൂറ്റ് ഫിനാൻസിനെതിരെ ഒരു വീഡിയോ കാണാൻ സാധിച്ചു. കുടുംബത്തിൽ തന്നെ സമാധാനകരായിരിക്കുകയാണ്. സാറേ ഉള്ളത് കൊണ്ടുവരണേന്നും പറഞ്ഞാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിച്ച്. ഞങ്ങൾ എന്ത് വേണം ഇപ്പോൾ പറയുമ്പോൾ ഇവർ ഞങ്ങൾ നേരെ പോലീസിനെ വിളിക്കുക, നമ്മളിങ്ങനെ വരട്ടി ഓടിക്കും. 35 വർഷം വെളിനാട്ടിൽ പ്രവാസിയായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാതായിരിക്കുക. ഇനി ആത്മഹത്യ അല്ലാതെ വേറൊരു പോം വഴി എനിക്കില്ല. വീട്ടിനകത്ത് ഇപ്പോൾ ആകെ ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങളായി, വീട്ടിനകത്ത് ഓരോ ആവശ്യങ്ങൾ നടത്താത്തൊരവസ്ഥയായി, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വീട്ടിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തെ വനിതാ പൈസക്കാരിൽ 2ാം സ്ഥാനത്ത് നിൽക്കുക ഈ അലക്സാണ്ടർ മുത്തൂറ്റിന്റെ ഭാര്യ. എന്നിട്ടും അതിന്റെ 1% മതി ഞങ്ങളെപ്പോലുള്ള പാവത്തുങ്ങളുടെ പൈസ തന്നു തീർക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് അതിനെ തീരുമാനം അറിഞ്ഞിട്ട് പോകുന്നുള്ള രീതി ഇവിടെ നിൽക്കുക. അല്ല, ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പം ജോലിയും കളഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്, എനിക്ക് യാതൊരു നിവൃത്തിയില്ല. മൊത്തം മാനേജർമാർ കൂടെ ചേർത്ത് ഒറ്റ ജാമ്യം എടുത്തു. മോട്ടിക്കാത്തവൻ ഇതിനെ പോക്കറ്റ് തപ്പുന്നേ. ഈ അവർക്കിടെ തെറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ജാമ്യം എടുക്കേണ്ട കാര്യമുണ്ട്. ആ വീഡിയോയിൽ തന്നെ തുടക്കത്തിൽ തന്നെ അതിനെതിരെ പറയുന്ന ഡെപ്പോസിറ്റേഴ്സ് അല്ലെങ്കിൽ അതിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകളുടെ വീഡിയോസ് ആണ് അതിൽ വരുന്നത്. അവർക്ക് പണം നഷ്ടപ്പെട്ടു, കുടുംബത്തിൽ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് രൂപത്തിലൊക്കെ അതിനെതിരെ ആ ഒരു കമ്പനിക്കെതിരെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു പോകുന്ന ആളുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ മുത്തൂറ്റ് ഫിനാൻസ് ആണെങ്കിൽ ഇതിന്റെ മുന്നേ പൂരം ഫിനാൻസ്, ഇത്തരം കമ്പനികൾക്കൊക്കെ എതിരെ പ്ലക്കാർഡുകളൊക്കെ ആയിട്ട് ഒരുപാട് പേര് രംഗത്തിറങ്ങിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. തൃശൂരിൽ നിക്ഷേപ തട്ടിപ്പിന്റെ കഥകൾ തുടരുകയാണ്. പ്രവീൺ റാണ ധൻവ്യവസായ, ഇപ്പോൾ പൂരം ഫിൻസർവ്, നിക്ഷേപിച്ച തുകയെല്ലാം തിരിച്ചു ചോദിക്കുമ്പോൾ കൈമലർത്തുകയാണ് പൂരം ഫിൻസർവിന്റെ ഉടമ. ബഡ്സ് ആക്ട് പ്രകാരം കേസെടുക്കണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. അപ്പോ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയ കമ്പനി എന്ന രൂപത്തിലോട്ട് ഈ ഒരു മാധ്യമ പ്രവർത്തകരാണെങ്കിലും മാധ്യമ പടകളാണെങ്കിലും ഈ പറയുന്ന ആളുകൾ ഇതിന് ഹൈറിച്ചിനെ തകർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇത്രയൊക്കെ പടച്ചുണ്ടാക്കിയിട്ട് പോലും 20ഓളം ആളുകൾ മാത്രമാണ് കേസ് കൊടുത്തിട്ടെന്ന് പറയുമ്പോൾ അവിടെ ഏകദേശം നമുക്കറിയാം ഹൈറിച്ചിൽ ID എന്ന് പറയുന്നത് 1,80,00,000 ഐഡികളാണെങ്കിൽ പോലും ഒരു 10 ലക്ഷം ആക്ച്വൽ പേഴ്സൺസ് എടുക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിൽ നിന്ന് 20 പേര് കേസ് കൊടുക്കണമെങ്കിൽ ബാക്കി വരുന്ന മെജോറിറ്റി പീപ്പിൾ ഈ ഹൈറിച്ചിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചു പോരുന്നവരും ആയിരിക്കുമെന്നുള്ളതിന്റെ ചിന്തിക്കാൻ വേണ്ടി സാമാന്യ ബുദ്ധി മതി. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഹൈറിച്ചിൽ ഒരു ID എടുത്തില്ല, റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്തുകൊണ്ട് അതിന്റെ അഡ്വാൻസ് കൺസൈൻമെന്റിന്റെ ഭാഗമായിട്ട് ഈ സാധനങ്ങളും സേവനങ്ങളും അനുഷ്ഠിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് കമ്പനി പറഞ്ഞത് പ്രകാരമുള്ള സാധനങ്ങളും സേവനങ്ങളും ഈ കമ്പനി എനിക്ക് തന്നതുപോലെ ഈ ഫ്രീസിങ് നടക്കുന്ന ദിവസം വരെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പേ ഔട്ട് കിട്ടിയിട്ടുണ്ട്. സെയിൽസ് ഇൻസെന്റീവിൽ നിന്ന് ഒരാഴ്ചയിൽ ഇത്ര തുക നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഇത്ര ശതമാനം ലഭിക്കും എന്ന കണ്ടീഷനൊന്നും ഹൈറിച്ച് പറയുന്നില്ല. നിങ്ങൾ മുടക്കിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് റെഡീം കൂപ്പൺ കൺസൈൻമെന്റിലൂടെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 3 ഇരട്ടിയോളം നിങ്ങൾക്ക് തുക തിരിച്ചു തരാം എന്നൊരു കണ്ടീഷൻ മാത്രമേ കമ്പനി വെച്ചിട്ടുള്ളൂ. അത് ഇന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഇത്ര രൂപ ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തരാമെന്നും എവിടെയും കമ്പനി പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു പത്ര കട്ടിങ് നിങ്ങൾക്ക് കാണാം, ഒരു 48% തിരിച്ചു തരും. അപ്പൊ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇത്ര ശതമാനം വെച്ചിട്ട് തിരിച്ചു തരാം എന്ന് പലിശ രൂപത്തിലാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരു സംവിധാനം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലില്ല. അപ്പോൾ ഞാൻ കണ്ടെത്തി ടോട്ടലായിട്ട് ഒരു വിലയിരുത്താൻ നിൽക്കുന്ന സാധനം ഏതൊരു വിഷയത്തെയും, ഹൈറിച്ചിന്റെ വിഷയമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് വിഷയത്തെയും 2 വശങ്ങൾ ഉണ്ടെന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. ഒരു വിഷയത്തിൽ ഏതൊരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. ഒരു സൈഡിനെ മാത്രം കാണിക്കുമ്പോൾ മറ്റു സൈഡിൽ എന്തെന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ, മാധ്യമ ധർമ്മം നിറവേറ്റുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയധികം ഇപ്പൊ 20 ആൾ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. ഈ 20 ആളുടെ കേസുകൾ എന്തെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്ക് എടുത്ത് പോയാൽ മതി, അല്ലെങ്കിൽ 20 ആൾ പോട്ടെ, ബാക്കിയുള്ള ആളുകൾ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്ന രൂപത്തിൽ മൈക്ക് എടുത്തിട്ടൊന്ന് പോയാൽ മതി. ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തട്ടിപ്പ് നടത്തി എന്ന് പറയണമെങ്കിൽ തട്ടിപ്പിന് ഇരയാവണം, ഒരു വഞ്ചനക്ക് ഇരയാവണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഞാൻ ഒരാളെ
അയാളിൽ നിന്ന് പണം വാങ്ങിയിട്ട് അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ സേവനങ്ങളോ സാധനങ്ങളോ കൊടുക്കാതിരിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ പണം ഉപയോഗിച്ച് അദ്ദേഹത്തെ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരു കാര്യം തട്ടിപ്പിന് അല്ലെങ്കിൽ വഞ്ചനാപരമായിട്ടുള്ള ഒരു കുറ്റമായിട്ട് ക്രൈമായിട്ട് മാറുകയാണ്. ഇവിടെ ഞാനൊരാളെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ കമ്പനി പറഞ്ഞത് പ്രകാരമുള്ള സാധനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കടന്നു പോയതിനു ശേഷം നിലവിൽ കമ്പനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ശേഷം ഒരു താൽക്കാലിക ഫ്രീസിങ്ങിന്റെ ശേഷം പേ ഔട്ട് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരികയാണ് ഇവിടെ നിന്നിട്ടുള്ളത്. ഈ ഒരു സംവിധാനത്തിലും ഇനി കമ്പനി തിരിച്ചു വരുന്ന മുറയ്ക്ക് ആർക്കെങ്കിലും കമ്പനിയുമായി തുടർന്ന് പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് മുഴുവനായിട്ടുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം എന്തായാലും കോടതിയിൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് കോടതിയും അത്തരം ഡിമാൻഡിലൂടെ തന്നെയാണ് എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള വിധി കൊടുക്കുകയാണെങ്കിൽ സാധ്യത അത്തരത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആരുടെയും പണം കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ തട്ടിപ്പ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് മാറും. ഇവിടെ കമ്പനി കൊടുക്കാൻ പൂർണ്ണമായിട്ട് തയ്യാറാണ്, കമ്പനിയുടെ കയ്യിൽ പണവും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരുപാട് ഈ പറഞ്ഞിട്ട് 20 പേര് കേസ് കൊടുത്തു എന്ന് പറയാം. ഈ കേസ് കൊടുത്ത ആളുകളുടെ ഒരു സ്ഥിതി എന്തെന്ന് വെച്ചാൽ കമ്പനി ഓൾറെഡി എന്താണ് അവർക്ക് പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേസ് കൊടുത്തത്. അപ്പോൾ പണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ പണം ഗവൺമെന്റിലോട്ട് കെട്ടിവെക്കും. ശേഷം ഈ കേസുമായിട്ട് എന്ത് ചെയ്യും, കമ്പനി മുന്നോട്ട് പോകും. ആ കേസ് എന്നാണോ തീർപ്പാവുന്നത് അത് 2 കൊല്ലം അവർക്ക് നീട്ടിക്കൊണ്ടുപോകാം, 3 കൊല്ലം നീട്ടിക്കൊണ്ടുപോകാം, 5 കൊല്ലം നീട്ടിക്കൊണ്ടുപോകാം. ആ കേസിന് തീർപ്പാവുന്ന മുറയ്ക്ക് മാത്രമാണ് അവർക്ക് പണം തിരിച്ചു കിട്ടും. നേരെ മറിച്ച് കേസ് കൊടുക്കാത്ത ചില ആളുകൾ എനിക്ക് പണം തിരിച്ചു വേണം എന്ന് പറയുന്ന മുറയ്ക്ക് വിത്തിൻ 2 ഡേയ്സ് അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ സെറ്റിൽമെന്റ് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കമ്പനിയിൽ ഉണ്ട് എന്നുള്ളതും നമ്മളെല്ലാവരും മനസ്സിലാക്കാം. അപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കടിച്ചതും പിടിച്ചതും ഇല്ലാത്തൊരവസ്ഥയായി മാറും. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് നിങ്ങളെ കേസ് കൊടുപ്പിക്കാൻ വേണ്ടി പറയുന്ന ആൾക്കാരുടെ ഉദ്ദേശ ശുദ്ധിയെ മനസ്സിലാക്കാനുള്ള ചെറിയൊരു ബുദ്ധി ഉപയോഗിക്കുക. കാരണം ആട്ടിൻതോലിട്ട ചെന്നായ്കളെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയൊരു രൂപത്തിലുള്ള ഒരു സാധനം ഉപയോഗിച്ചാൽ മതി. അവരോട് തിരിച്ചു ചോദിക്കുക, ഇൻ കേസ് എനിക്ക് ഈ സംവിധാനത്തിൽ പണം തിരിച്ചു തന്നിൽ നിങ്ങൾ തിരിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ മതി. അവർ പറയും ഞങ്ങൾ പണം തിരിച്ചു തരത്തില്ല, ഞങ്ങൾ നിങ്ങൾക്ക് സേവനം ചെയ്യാം, നിങ്ങൾക്ക് റൂട്ട് കാണിച്ചു തരാണ്. ഈ റൂട്ട് എന്താ നമുക്ക് ജസ്റ്റ് എല്ലാവരോടും ചോദിച്ചു. ഇപ്പൊ ഞാൻ ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ പണം അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്തിട്ടുള്ള വ്യക്തി എനിക്ക് ഒരു നിശ്ചിത സംഖ്യ എനിക്ക് തിരിച്ചു കിട്ടാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ പഠിച്ച് മനസ്സിലാക്കുമല്ലോ. അതിന് സമയമായിട്ടില്ല എന്നുള്ളതാണ്. ഐറിച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരെ അത് തട്ടിപ്പാണെന്ന രൂപത്തിലുള്ള ഒരു ജഡ്ജ്മെന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെളിവുകളോ കണ്ടെത്താനോ ആ തെളിവുകളില്ലാത്തതുകൊണ്ടാണ് CBIക്ക് കൈമാറുക എന്ന രൂപത്തിലോട്ടൊക്കെ പുതിയൊരു നീക്കം അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഇവിടെ സത്യസന്ധമായിട്ട് തന്നെ നിലനിൽക്കുന്നതെന്ന് പറയാനുള്ള കാരണം തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന ആളുകൾ, ഇപ്പോൾ MD പ്രതാപൻ സാർ, പിന്നെ ശ്രീന മാഡം, ഇവർ രണ്ടുപേരാണല്ലോ മെയിനായിട്ട് തട്ടിപ്പ് നടത്തി. ഐറിച്ച് ഓൺലൈൻ ഷോപ്പ് ഇവരുടേതാണല്ലോ. ഇവര് ലൈവായിട്ട് അവൈലബിൾ ആണ്. ഇവര് നിങ്ങൾ വീട്ടിൽ പോയാൽ കാണാൻ പറ്റും. അവരുടെ ഫാമിലിയുമായിട്ട് വളരെ കൂളായിട്ട് അവർ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ സന്തോഷമുള്ള കുറെ കാര്യങ്ങൾ അവരിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ തട്ടിപ്പ് നടത്തിയ ആളുകളുമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും ഒരു സന്തോഷം പങ്കിടാനോ അത്തരത്തിലുള്ള ഒരു നീക്കം ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കാത്തതെന്ന് വെച്ചാൽ ഇവർ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധം ഇവർക്കുണ്ട്. പിന്നെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു കണക്കുകൾ അങ്ങോട്ട് മാറ്റമോ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷന്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോഴാണ് ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് കൺട്രി ആയിട്ട് മാറുകയുള്ളൂ. ഈ ഒരു സംവിധാനത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഉദ്ദേശം അത് തകർക്കുക എന്നുള്ളതാണ്. അത് തകർക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ആളുകളുടെ ഉദ്ദേശം അത് നിലനിൽക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുടെ ജീവിത മാർഗം കൂടിയാണ്. ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. നമുക്കത് കിട്ടുന്ന കോളുകളുടെ കണക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ആ സ്വപ്നങ്ങൾ തകർക്കാൻ നിൽക്കുന്നവരുടെ അവർക്ക് കിട്ടാനുള്ള കർമ്മ എന്ന് പറയുന്നത് അവർക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പേടിപ്പെടുത്തലുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സുകൾ മാറ്റി കമ്പനിക്കെതിരെ തിരിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ തിരിച്ചറിയുക. അവരുടെ വലയിൽ വീണുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ തന്നെ അത് തിരിച്ചടിയായിട്ട് മാറും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഫ്രീസ് ആവുന്നതിന് മുന്നേ വരെ ഈ പറഞ്ഞിട്ടുള്ള സേവനങ്ങളും സാധനങ്ങളും പേ ഔട്ടുകളും എല്ലാം കിട്ടിപ്പോന്നിരുന്ന ആളുകളാണ്. അവസാന സമയത്ത് നിങ്ങൾ പണം ഇതിലോട്ട് ഇട്ട ആളുകളാണെങ്കിൽ തന്നെ അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ID അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പൂളിംഗ് എല്ലാം വന്നിട്ടുണ്ട്. കമ്പനി തിരിച്ചു വരുന്നതോടുകൂടി ഈ സംവിധാനം എല്ലാം നമുക്കുള്ളതാണ്. ഈ പണമെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് എടുക്കാൻ പറ്റൂല എന്നോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ തരൂല എന്നോ പറയുന്ന ഒരു കമ്പനി അല്ല എന്നുള്ളൂടി മനസ്സിലാക്കുക. സത്യസന്ധമായിട്ട് വളരെയധികം മൈനറായിട്ട് ചെറിയ കുട്ടികളോട് പറയുന്ന രൂപത്തിലാണെങ്കിൽ ഇത് തട്ടിപ്പ് നടത്തിയതായിരുന്നെങ്കിൽ അവർക്ക് എന്നോ മുങ്ങാമായിരുന്നു. അവർ മുങ്ങിയിട്ടില്ല. അവരുമായി ബന്ധപ്പെട്ടിട്ട് ഈ പണം തിരിമറി നടത്തുകയോ അത്തരത്തിലൊരു കാര്യങ്ങളും അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുക. ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ തിരിച്ചു വരാൻ നിയമ പോരാട്ടത്തിന്റെ കാര്യങ്ങളാണ്. അത് അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. അത് വളരെ ശക്തമായിട്ട് തന്നെ നടക്കട്ടെ. അന്വേഷണ ഏജൻസികൾ വരട്ടെ, അന്വേഷിക്കട്ടെ, കാര്യങ്ങൾ കണ്ടെത്തട്ടെ. ഓക്കെ, തട്ടിപ്പാണെങ്കിൽ തട്ടിപ്പാണെന്ന് കണ്ടെത്തട്ടെ, തീരുമാനമാവുമല്ലോ.
അത്തരം ഒരു കണ്ടെത്തലുകൾക്ക് പോലും നമുക്ക് എന്തില്ല, ടെൻഷൻ ഇല്ല. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധമുള്ളവർക്ക് പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. കൂട്ടത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നു, ഹയർ എഡ്യൂക്കേഷന് തട്ടിപ്പ് എന്ന് പറയുന്ന ആളുകളുടെ ഓരോ ആളുകളുടെയും വരും ദിവസങ്ങളിൽ അവരുടെ തനി സ്വരൂപം പുറത്തെടുത്തുകൊണ്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അതിന്റെ സമയമായിട്ടുണ്ട്. എല്ലാ കാലവും ഒരാൾ തട്ടിപ്പ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അവരുടെ തട്ടിപ്പുകൾ നമ്മളൊന്ന് പുറത്തു കാണിക്കേണ്ട ആവശ്യകത വന്നിട്ടുണ്ട്. എല്ലാവരുടെയും രേഖകളും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഡീറ്റെയിൽസുമായിട്ട് ഉടൻ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്.